blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ള പ്രേക്ഷകർ, ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ടവർ, ഹൃദയങ്ങൾ കൊരുത്ത് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, മസ്കറ്റിൽ നിന്നുള്ള നെൽസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാട്ടക്കടയിലുള്ള തൻ്റെ വീടിൻ്റെ പണികൾ പൂർത്തിയാകാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാ കടബാധ്യതകളും മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. റവന്യൂ റിക്കവറിയെ ഫേസ് ചെയ്യുന്ന എല്ലാ ബാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി മാറിപ്പോട്ടെ. നെൽസനെയും തൻ്റെ ഭാര്യ ലില്ലിയെയും അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ആരോഗ്യം നൽകണമേ, വലിയ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ അവർ നിറയട്ടെ. മകൻ നിഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിയിൽ അനുഗ്രഹങ്ങൾ നൽകണമേ. മകൾ ലിജിനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, അവളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിൻ്റെ മേൽ വന്ന് നിറയട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ്, ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാഞ്ഞങ്ങാട് ജനുവരി 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, കാഞ്ഞങ്ങാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ജനുവരി 31 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ജീസസ് ഇൻ ദ സ്റ്റോംസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ യേശു എങ്ങനെയാണ് നമ്മോട് ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 4:35 മുതൽ 41 വരെയുള്ള വചനങ്ങൾ. അന്ന് വൈകുന്നേരം അദ്ദേഹം ശിഷ്യന്മാരോട്, നമുക്ക് മറുകരയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ജനക്കൂട്ടത്തെ വിട്ട് അവർ ഇരുന്ന വഞ്ചിയിൽ തന്നെ അദ്ദേഹത്തെ മറുകരയിലേക്ക് കൊണ്ടുപോയി. മറ്റു വഞ്ചികളും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഉഗ്രമായ ഒരു കൊടുങ്കാറ്റുണ്ടായി. തിരകൾ വഞ്ചിയിൽ ആഞ്ഞടിച്ചു, അത് മുങ്ങാറായി. യേശു അമരത്ത് തലയെ വെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തെ ഉണർത്തിയിട്ട്, ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, തിരമാലകളോട് അടങ്ങുക, ശാന്തമാകുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ കാറ്റ് നിലച്ചു, വലിയ ശാന്തതയുണ്ടായി. അദ്ദേഹം ശിഷ്യന്മാരോട്, നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. അദ്ദേഹം ആരാണ്? കാറ്റും കടലും പോലും ഇദ്ദേഹത്തെ അനുസരിക്കുന്നുവല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. എല്ലാവരും ഭയപ്പെട്ട സമയത്ത് യേശു ഭയപ്പെട്ടില്ല. അതിൻ്റെ കാരണം, ഒന്ന്, യേശുവിനറിയാം ഏതൊരു പ്രശ്നം വന്നാലും അതിനെ അതിജീവിക്കുവാൻ സാധിക്കും. 2, തനിക്ക് അധികാരമുണ്ട്. എത്ര വലിയ കൊടുങ്കാറ്റിനെയും വാക്കുകൾ കൊണ്ട് ശാന്തമാക്കാൻ യേശുവിൻ്റെ കയ്യിൽ അധികാരമുണ്ട്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 അറിവ്, 2 അധികാരം. എല്ലാവരും വലത്തെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം അറിവ്. ഇടത്തെ കൈ ഉയർത്തിക്കൊണ്ട് പറയാം അധികാരം. ഒരിക്കൽ കൂടെ, അറിവ്, അധികാരം. ഒരിക്കൽ കൂടെ, അറിവ്, അധികാരം. ഈ 2 കാര്യങ്ങൾ കയ്യിൽ വേണം. 1, നമ്മൾ അറിയണം ഇതുപോലെയുള്ള കൊടുങ്കാറ്റുകൾ വന്നാലും അതിനെ അതിജീവിക്കുവാൻ ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ഒരു അറിവുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടി വരികയില്ല.
2, അധികാരം. ദൈവികമായ ഒരു അധികാരത്തെ എക്സർസൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഭയപ്പെടേണ്ടി വരികയില്ല. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും അധികാരം ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാധാരണ മനുഷ്യരെല്ലാം ഭയപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. ഇവിടെ സംഭവിക്കുന്ന ഈ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് പോലും ഈ കഥ അറിയാം. യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന കഥ എല്ലാവർക്കും അറിയാം. പക്ഷെ പലർക്കും ഇതൊരു കഥയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ യേശു കർത്താവ് ഇടപെട്ടാൽ ആ ഇടപെടുന്ന രീതി ഒരു ദൈവികമായ ഒരു തത്വപ്രകാരമായിരിക്കും. ദൈവികമായ ഒരു പ്രിൻസിപ്പിൾ അതിലുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഉപമ വായിക്കുമ്പോൾ, യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ വായിക്കുമ്പോൾ, യേശു കർത്താവ് പ്രവർത്തിച്ചത് എന്തും വായിക്കുമ്പോൾ ഓർക്കണം, അതിനകത്ത് ജീവിതത്തിന് വേണ്ടിയ ചില തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒത്തിരി പുരുഷാരത്തെ പഠിപ്പിച്ചു, അപ്പം വർദ്ധിപ്പിച്ചു, ഒത്തിരി മിറക്കിൾസ് എല്ലാം ചെയ്ത ശേഷം തൻ്റെ ശിഷ്യന്മാരുമായി വഞ്ചിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്ന ആ സമയത്ത്, കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് യേശു ഉറങ്ങുകയായിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കൊടുങ്കാറ്റടിക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുമോ? ചോദ്യം ശ്രദ്ധിച്ചോ? ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ കഴിയും. കുറച്ചുകൂടി ലളിതമാക്കി നാടൻ ഭാഷയിൽ പറയാം. 10 ലക്ഷം രൂപ കടം നിൽക്കെ ഉറങ്ങാൻ കഴിയുമോ? ഭർത്താവ് പറയുകയാണ്, ഇനി ഒരിക്കലും നീ എൻ്റെ മുഖം കാണുകയില്ല, ഞാൻ ഇറങ്ങിപ്പോവുകയാണ്. ഉറങ്ങാൻ കഴിയുമോ? കുഞ്ഞ് വെന്റിലേറ്ററിലാണ്, ഉറങ്ങാൻ കഴിയുമോ? ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നു, വലിയൊരു ആക്സിഡൻറ്റ് നിങ്ങളോട് ബന്ധപ്പെട്ട ഒരാൾക്ക് നടന്നിരിക്കുന്നു, ഉറങ്ങാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. ശിഷ്യന്മാർ എല്ലാവരും ഭയന്ന് നിലവിളിച്ച സമയത്ത് യേശു അമരത്ത്, അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു കുഷൻ വെച്ച് അതിൽ തല വെച്ച് ഉറങ്ങുകയായിരുന്നു. ഒരു തലയണ വെച്ച് യേശു ഉറങ്ങുകയായിരുന്നു. എന്ന് വെച്ചാൽ ഇതൊന്നും അറിയാതെ, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, കാറ്റടിക്കുന്ന സമയത്ത് അവിടെ കാറ്റിനോടൊപ്പം തിരമാല കൂടെ ഉണ്ടായിരുന്നു. 2 പ്രശ്നങ്ങളാണ്. ഒന്നൊരു വലിയ കാറ്റ്, പിന്നെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആ വഞ്ചിയുടെ അവസ്ഥ നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ചിലർ ഞെട്ടി എഴുന്നേൽക്കും. ഇത് കിടക്കുന്ന ആ വഞ്ചി, തലയണ എല്ലാം കൂടെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും യേശു ഉറങ്ങുകയായിരുന്നു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ജീവിതം എന്താണെന്നും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും നമ്മൾ ആരുടെ സംരക്ഷണയിലാണെന്നും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ആരുടെ വകയാണെന്നും നമ്മുടെ ജീവിതം എവിടെ എത്തുമെന്നും വ്യക്തതയുണ്ടെങ്കിൽ ഉറങ്ങാൻ കഴിയും. പ്രശ്നങ്ങൾ ഇതുപോലെ കൊടുങ്കാറ്റായി വന്നാലും തിരമാലകളായി വന്നാലും ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മെ സംരക്ഷിക്കുവാനുള്ള ചുമതല ദൈവത്തിനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ, സംരക്ഷിക്കുന്നത് പോലെ, കരുതുന്നത് പോലെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. 2, തിരമാലകളും കൊടുങ്കാറ്റും അതിശക്തമായി നമുക്കെതിരെ ജീവിതത്തിൽ ആഞ്ഞ് അടിച്ചാലും ഇപ്പോൾ മുങ്ങി താഴും. ഇനി നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് എന്തെങ്കിലും സംഭവിച്ചിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴും അവസാന സമയത്തും ഇനി എല്ലാം അസ്തമിച്ചു, അവസാനിച്ചു എന്ന് പറഞ്ഞാലും യേശുവിന് പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇത്രയൊക്കെ തിരിച്ചറിവുണ്ടെങ്കിൽ സ്വസ്ഥതയുണ്ടായിരിക്കും, സമാധാനത്തോടെ ഉറങ്ങാൻ നമുക്ക് സാധിക്കും. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ പോവുക, അത് നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ പറയും. എത്ര പേർ കേൾക്കാൻ തയ്യാറാണ്? എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങൾ താൽക്കാലികമാണ്. Your problems are temporary. സ്ഥിര ജോലിയുണ്ട്, താൽക്കാലിക ജോലിയുണ്ട്.
താൽക്കാലിക ജോലി ഇന്ന് ഈ ആഴ്ചയിൽ 2 ദിവസം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ പണിയില്ല. സ്ഥിര ജോലി അങ്ങനെയല്ല, എപ്പോഴും ഉണ്ടാവും, റിട്ടയർമെൻറ്റ് വരെ. നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏത് പ്രശ്നവും താൽക്കാലികമാണ്. ഒരു സീസൺ കഴിയുമ്പോൾ അത് മാറിപ്പോകും. പോകും 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 പോയിരിക്കും. പക്ഷെ ചില കുട്ടിച്ചെകുത്താന്മാർ വന്ന് ചില ദൈവമക്കളുടെ തോളത്ത് കയറിയിരുന്നിട്ട് പറയും, മോനെ, ഈ വന്നിരിക്കുന്ന രോഗം നിന്നെ കൊണ്ടേ പോകും. ഈ കടബാധ്യത ഉണ്ടല്ലോ, അത് കൂടി 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 വളർന്ന് ഹിമാലയം പോലെ, എവറസ്റ്റ് പോലെ വളർന്ന് നീയും നിൻ്റെ കുടുംബവും വിഷം കുടിച്ച് ചാകേണ്ടി വരും. ആരാ പറയുന്നത്? കർത്താവ് എന്ന് അരുളി ചെയ്തതല്ല, ഒരു കുട്ടിച്ചാത്തൻ ചെവിട്ടിൽ വന്നിരുന്ന് പറഞ്ഞതാ. ഞാൻ ഇത്രയും വർഷം ബൈബിൾ പഠിച്ചിട്ട്, ഇത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന പ്രശ്നം ഒരു ദിവസം പരിഹരിക്കപ്പെടും. പരിഹാരമില്ലാത്തൊരു പ്രശ്നം ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഒരെണ്ണം ഉണ്ടായിരുന്നു. ഏതാണെന്നറിയാമോ? മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. അതൊരു വലിയ പ്രശ്നമായിരുന്നു ചരിത്രത്തിൽ. ദൂതന്മാർ വിചാരിച്ചിട്ട് സാധിച്ചില്ല, പ്രവാചകന്മാർ വിചാരിച്ചിട്ട് സാധിച്ചില്ല, ഒത്തിരി യാഗങ്ങൾ നടത്തിയിട്ട് സാധിച്ചില്ല. ആര് വിചാരിച്ചിട്ടും സാധിക്കാത്ത ഒന്നായിരുന്നു എന്ത്? മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിലോട്ട് വന്ന് അതും ശരിയാക്കി. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മരണം. ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മരണത്തിനും പരിഹാരം ഉണ്ടായി. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ, അതിനും പരിഹാരം ഉണ്ടായി. യേശു ജീവനായി ഇറങ്ങി വന്ന് നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടി കർത്താവ് എല്ലാ കാര്യങ്ങളും അതും റെഡിയാക്കി. ഒരു ചോദ്യം ചെങ്ങന്നൂരിലെ സദസ്സിനോട്, ഇനി ഏത് പ്രശ്നത്തിനാണ് ഉത്തരവില്ലാത്തത്? കടഭാരമാണെങ്കിൽ ഉത്തരവുണ്ട്, രോഗമാണെങ്കിൽ അതിനുമുണ്ട് സൗഖ്യം, ദാമ്പത്യ പ്രശ്നമാണെങ്കിൽ അതിനുമുണ്ട്, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ചോദ്യം, പിന്നെന്തിനാ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെന്തിനാ നീ തളർന്നൊടിഞ്ഞിരിക്കുന്നത്? പൊടി കൊട്ടിക്കളഞ്ഞ് എഴുന്നേറ്റ് ഒറ്റ പോക്ക് പോകണം. എൻ്റെ ദൈവം സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നട്ടലോടെ ഞാൻ ജീവിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ അമ്മയ്ക്ക് അമ്മയുടെ വയറ്റിനകത്തൊരു മുഴ ഉണ്ടായി. അമ്മ പറഞ്ഞത് വയറിനകത്തുണ്ടായ മുഴ അത് പുറത്തേക്ക് തള്ളി വളരെ വലുതാകാൻ തുടങ്ങി, പുറത്തേക്ക് ബൾജ് ചെയ്യാൻ തുടങ്ങി. സാധാരണ നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ ആളുകൾ പറയാറുണ്ട് അത് നെല്ലിക്ക വലിപ്പം, തക്കാളി വലിപ്പമൊക്കെ പറയാറുണ്ട്. ഈ അമ്മ പറഞ്ഞത് അതൊരു തേങ്ങയുടെ വലുപ്പത്തിൽ അത്രയും വലിയതായിട്ട് അമ്മയുടെ പുറത്തേക്ക് തള്ളി വന്നു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്, അത്രയും വലിയൊരു മുഴ വന്നു. അമ്മ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് പരിശോധിച്ച് പറഞ്ഞു എമർജൻസി ഒരു ഓപ്പറേഷൻ അമ്മയ്ക്ക് ഡിസൈഡ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ കൂടെ അമ്മയുടെ മക്കൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അതിന് കഴിഞ്ഞില്ല. അമ്മ മകളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മകൾ പറഞ്ഞു, അമ്മ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്നതല്ലേ, വിശ്വസിക്ക് കർത്താവ് അത് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഈ അമ്മ പറഞ്ഞത് ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ രാമീൻ TV പ്രോഗ്രാമിലൂടെ പറയുക, വയറ്റിനകത്ത് മുഴയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അമ്മ പറഞ്ഞത് ആ സമയത്ത് എന്തോ ഒന്ന് സംഭവിക്കുന്ന പോലെ, ചുരുങ്ങുന്നത് പോലെ തോന്നി. അമ്മ പറയാം 4 മാസം തേങ്ങയുടെ വലുപ്പം ഉണ്ടായിരുന്ന മുഴ 2 ദിവസം കൊണ്ട് പൂർണ്ണമായും അത് സൗഖ്യമായി. അമ്മ ഉടനെ ഡോക്ടറെ അടുത്ത് ഓടി ചെന്നിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ മുഴയുടെ കാര്യം. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു മുഴ അവിടെയേ ഇല്ല. സ്കാൻ ചെയ്തു, ആ സമയത്ത് ഡോക്ടർ പറയാം അങ്ങനെ ഒരു മുഴ അവിടെ ഇല്ല. അതുപോലെ വലിയൊരു സൗഖ്യമാണ് അമ്മയ്ക്ക് ആ രോഗസൗഖ്യം കിട്ടിയത്. പേരെന്ന് പറയാമോ? എൻ്റെ പേര് സാവിത്രി. സാവിത്രി എന്നാണ് പേര്. എവിടെ നിന്ന് വരുന്നു? ഞാൻ കല്ലിശ്ശേരിയിൽ നിന്ന് വരുന്നു. കല്ലിശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഈ ബ്രദർ പറഞ്ഞതില് സത്യവാ ഒന്ന് പറഞ്ഞേ ആ അനുഭവം. ഏത് ഭാഗത്തായിരുന്നു? ഇടത് ഭാഗത്ത്. ഈ ഭാഗത്താണ് മുഴ ഉണ്ടായിരുന്നത്? മുഴ വന്നത്. എത്ര നാളുണ്ടായിരുന്നു? ഒരു 3 മാസം ഉണ്ടായിരുന്നു. 3 മാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനു മുമ്പ് എനിക്ക് യൂട്രസിന് ഓപ്പറേഷൻ ചെയ്തതാ. ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഷുഗർ കൂടി ആ സ്റ്റിച്ച് കരിയാനൊക്കെ താമസം വന്നു. അപ്പം എനിക്ക് ഇങ്ങനെ ഡോക്ടർ വീണ്ടും ഒരു ചെക്കപ്പിന് ഇങ്ങനെ വയറ് ചെറിയ തടുപ്പ് ആദ്യം കണ്ടു
കണ്ട് അതങ്ങ് വളർന്ന് ഒരു തേങ്ങയോളം വലുപ്പമായി. എന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തോട്ട് വന്നു. പിടിക്കാം അതുപോലെ പുറത്തേക്ക് വന്നു. അവിടുന്ന് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ 3 കൊച്ചുമക്കൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ മക്കളെ വളർത്തുന്നതുകൊണ്ട് ആശുപത്രി പോകാനൊക്കത്തില്ല. ഞാൻ ദിവസവും TV പ്രോഗ്രാം കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ പെൺമക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞ മക്കളെ ഇതുപോലെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, അമ്മയ്ക്ക് പേടിയാ, ഷുഗർ വീണ്ടും കൂടിപ്പോയെങ്കിൽ എന്തോ ചെയ്യും. അപ്പോൾ പറഞ്ഞു അമ്മ ഒരു വിശ്വാസിയല്ലയോ, അമ്മ ഇതുപോലെ TV പ്രോഗ്രാം കാണുന്നതല്ലയോ, അമ്മ സ്ഥിരം കണ്ട്. എൻ്റെ ഇളയ മോള് രാജി മകള് പറഞ്ഞു. അമ്മ വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അന്ന് ഞാനിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ്. അന്ന് തന്നെ TVക്കകത്ത് പ്രോഗ്രാമിനകത്ത് ബ്രദർ ഡാമിയൽ സാർ ഒന്ന് പറഞ്ഞായിരുന്നു, ഇന്ന് വയറ്റിനകത്ത് മുഴയുള്ളൊരു വ്യക്തിയുടെ മുഴ മാറിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കാര്യമാണെന്നും പറഞ്ഞ് ഞാനത് സ്വീകരിച്ച് അപ്പം മുതൽ ചൊട്ടൽ തുടങ്ങി. വയറിന് ഒരു ചൊട്ടൽ തുടങ്ങി, ചുരുങ്ങി 2 ദിവസത്തേക്കകം അത് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി വീണ്ടും ആശുപത്രിയിൽ ചെന്ന്. ഇവിടുന്ന് ഡോക്ടർ ചെന്ന് നോക്കി പറഞ്ഞ് തനിക്ക് ഒരു കുഴപ്പവും ഇല്ല, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു എന്നോട്. ഇങ്ങനെ കൈയടിച്ചാ പോരാ. നാരങ്ങയല്ല മാറിയത്, നെല്ലിക്കയല്ല തേങ്ങയാ പോയത്. അടുത്തത് മാത്രമല്ല, അമ്മയുടെ മരുമകൻ വഴക്കിട്ടിട്ട് വീട്ടിൽ നിന്ന് പോയി. അദ്ദേഹം അവർ ഉപേക്ഷിച്ചാണ് പോയത്. 2 മക്കളുണ്ട്, 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളുണ്ട്. അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയ സമയത്ത് അമ്മയ്ക്ക് വലിയ വിഷമമായി. അമ്മ ചെയ്ത് നമ്മുടെ പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല, അമ്മ അടൂരുള്ള ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്ന സമയത്ത് നമ്മുടെ മൈ പ്രേ ഡയറി വാങ്ങിയിട്ട് അമ്മ അതിൽ പ്രാർത്ഥനകൾ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രാർത്ഥന പോരാളികൾ പറഞ്ഞു അമ്മയുടെ മരുമകൻ ഉടനെ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഫോണിലൂടെ അതാണ് കേട്ടത്, തിരിച്ചു വരും എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് 90 ദിവസം കഴിഞ്ഞപ്പോൾ ആ മരുമകൻ പോയത് വളരെ വല്ലാത്തൊരു അവസ്ഥയിലാണ് പോയത്. അതെല്ലാം ഉപേക്ഷിച്ച് തിരികെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ കാലിൽ വീണിട്ട് പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണം. ആ മരുമകൻ ഇവരോട് കൂടെ വന്നു. മകളും ആ കുടുംബവുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. മാത്രമല്ല, മരുമകൻ മസ്കറ്റിന് പോയപ്പോൾ അമ്മയുടെ മൈ പ്രേ ഡയറിയും എടുത്തിട്ടാണ് മരുമകൻ മസ്കറ്റിലേക്ക് പോയത്. ഈ ഒരു അവസ്ഥയിൽ പലരും ഒരുപക്ഷെ ഈ സാക്ഷ്യം കാണുന്നുണ്ടായിരിക്കാം, ഇവിടെ ഉണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ ഭർത്താവുമായി പ്രയാസങ്ങളുണ്ടായി പിരിഞ്ഞിരിക്കുന്നവരോ നല്ല ടേംസിൽ അല്ലാതെ ജീവിക്കുന്നവരോ സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരോ ഈ ഒരു സാക്ഷ്യത്തോട് ചേർന്ന് ആ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുടുംബജീവിതങ്ങൾ ഒരുമിച്ച് വരാൻ, കർത്താവ് അത് റിപ്പയർ ചെയ്യാൻ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ. കർത്താവേ, ഭാര്യ ഭർത്താക്കന്മാർ ഏത് കാരണത്താലും പിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ പിരിഞ്ഞിരിക്കുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെ നടുവിലേക്ക് യേശു കർത്താവെ നീ ഒന്ന് ഇറങ്ങി വന്ന് അവരെ തമ്മിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഒരു മിറക്കിൾ ഈ സമയത്ത് നടക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. അതോടൊപ്പം ഏത് രീതിയിലുള്ള അത്ഭുതങ്ങളാണോ ആവശ്യമുള്ളത്, വിടുതലുകളാണോ ആവശ്യമുള്ളത്, രോഗസൗഖ്യമെങ്കിൽ രോഗസൗഖ്യം കർത്താവ് കൊടുത്ത് ജനത്തെ തൃപ്തരാക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതിനു മുമ്പുള്ള ഓരോ പ്രാർത്ഥനാ സമയത്തും കർത്താവ് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ എണ്ണാൻ സാധ്യമല്ല. അത്രയും പ്രൈസ് റിപ്പോർട്ട്സ്, സാക്ഷ്യങ്ങൾ മിറക്കിൾസ് ടുഡേയിലെ കത്തുകളിലൂടെ, ഇമെയിലിലൂടെ, SMS-ലൂടെ നേരിട്ടൊക്കെ കേൾക്കുന്നു. ഐ ബിലീവ് ദിസ് ഈസ് യുവർ ടേൺ. ഇന്ന് വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ
ഇന്ന് കർത്താവെ അങ്ങ് കൈനീട്ടി രോഗികളെ സ്പർശിക്കണമേ. ഹെപ്പറ്റൈറ്റിസ് ബി, സി തുടങ്ങിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. HIV പോസിറ്റീവായ ചിലരെ കർത്താവ് സ്പർശിക്കുന്നു. ഞാനിത് പറയുന്ന സമയത്ത് അങ്ങനെയുള്ള ശരീരങ്ങളിൽ പെട്ടെന്ന് ചിലർക്ക് ഒരു ഷിവറിങ് പോലെ, ചില ശരീരം വിയർക്കുന്നത് പോലെ എന്തൊക്കെയോ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിൻ്റെ ആത്മാക്കൾ, ഐ കമാൻഡ് ദോസ് ഈവിൾ സ്പിരിറ്റ്സ്, spirit of infirmity and sickness, of that ugly disease, I command them to leave human bodies. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അവരിപ്പോൾ സൗഖ്യമാകട്ടെ. മറ്റുള്ള പല മാരക രോഗങ്ങളും സൗഖ്യമാകണം. അതുപോലെ ഇന്ന് വരെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയാതെ, എന്ത് രോഗമാണോ തിരിച്ചറിയാതെയുള്ള ചില അപൂർവ രോഗങ്ങളും ഈ സമയത്ത് സൗഖ്യമാകുന്നുണ്ട്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ക്രിസ്റ്റഫർ എന്നു പേരുള്ളൊരു വ്യക്തിയെ കർത്താവ് ഒരു അപൂർവ രോഗത്തിൽ നിന്നും സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. വിവിധ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. പല ശരീരങ്ങളിൽ നീര് വന്ന സ്വോളൻ ബോഡീസ്, നീര് വന്നിരിക്കുന്ന ശരീരങ്ങളും ശരീരഭാഗങ്ങളും പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ശരീരത്തിലുള്ള അലർജികൾ, സ്കിന്നിലുള്ള അലർജികൾ, ഫുഡ് കഴിക്കുമ്പോഴുള്ള ചില അലർജികൾ, ഡസ്റ്റ് അലർജി, ഇങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ചില രോഗങ്ങൾ മൂലം ട്രാവൽ ചെയ്യാൻ കഴിയാത്ത ചില വ്യക്തികൾ ഒരുപക്ഷെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വല്ലാതെ വൊമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് ചില രോഗങ്ങളുണ്ടാകുന്നു, പ്രയാസങ്ങളുണ്ടാകുന്നു, ടയർഡാകുന്നു. അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പലരെ, ദിസ് ഈസ് വെരി വെരി സ്പെസിഫിക്. വിശ്വസിക്കുക, നിങ്ങളെ കർത്താവ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ് ഇൻ ജീസസ് നെയിം. അതുപോലെ ഉറക്കത്തിൽ ഭയങ്കരമായി ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടുകയും പിറ്റേ ദിവസമൊക്കെ ഭയന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, അങ്ങനെ ഭയന്ന് പോകുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ ദുസ്വപ്നങ്ങളെ ഞാൻ ശാസിക്കുന്നു. അത് കൊണ്ടുവരുന്ന പൈശാചിക ശക്തികളെ ശാസിച്ച് പുറത്താക്കുന്നു. അവരുടെ ഓർമ്മയുടെ മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശു കർത്താവിൻ്റെ രക്തത്താൽ ക്ലെൻസ് ചെയ്യുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. അതുപോലെ ഇടുപ്പെല്ലിൻ്റെ ഭാഗത്ത്, അരക്കെട്ടിൻ്റെ അസ്ഥികളിൽ തേയ്മാനമോ പ്രയാസമുള്ളവർ സൗഖ്യമാകുന്നു. ആർത്രൈറ്റിസ്, സന്ധിവാദം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിനിലുള്ള ട്യൂമർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കണ്ണിൻ്റെ കാഴ്ച, കാതിൻ്റെ കേൾവിശക്തി, സംസാരശേഷി, ഇതിലൊക്കെ പ്രയാസമുള്ളവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഓട്ടിസം ബാധിച്ച വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, ചിലപ്പോൾ യുവത്വത്തിലെത്തിക്കണം, ഓട്ടിസം ബാധിച്ച വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റെപ്പായി അവർ പുറത്തു വരട്ടെ. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങട്ടെ. ശരീരത്തിലും മനസ്സിലും എല്ലാം വ്യത്യാസം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഈ സമയത്ത് കൈ നീട്ടിപ്പിടിച്ച് കർത്താവിൽ അത് വിശ്വസിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവ് ചെയ്യണമേ. ജീവിതത്തിലെ ഓരോ ആവശ്യത്തിനും അത്ഭുതകരമായി കർത്താവ് പ്രവർത്തിക്കണമേ. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ വിഷയം എന്താണെങ്കിലും അവരോട് ചേർന്ന് കർത്താവ് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു, വിടുതൽ കൽപ്പിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ പ്രോഗ്രാമുകൾ ഓരോന്നും കണ്ടതിന് നന്ദി പറയുന്നു. അടുത്ത തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇന്നും നാളെയും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മടി പിടിച്ച് വീട്ടിലിരിക്കരുത്, വരണം. വന്നാൽ കർത്താവ് അനുഗ്രഹിക്കും. മാത്രമല്ല, വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പുസ്തകങ്ങൾ, അതുപോലെ സന്ദേശങ്ങൾ, CD-കളൊക്കെ കരസ്ഥമാക്കാൻ മറക്കരുത്. അതിലൂടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വെബ്സൈറ്റിലൂടെയും സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെയും ഒക്കെ ഈ പുസ്തകങ്ങളെക്കുറിച്ച്, CD-കളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നു. യേശുവിൽ വളരാൻ, ആത്മീയമായി വളരാൻ, കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം നിങ്ങളെ ഏറ്റവും അടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ വരിക. സ്ക്രീനിലെ നമ്പറിൽ വിളിച്ചാൽ
ഏറ്റവും അടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും വന്ന് അനുഗ്രഹം പ്രാപിക്കുക. ഗോഡ് ബ്ലെസ് യു. സീ യു ഓൾ അഗെയിൻ ഓൺ മൺഡേ. ഗോഡ് ബ്ലെസ് യു. ബൈ. The salvation that you have received today is so great a salvation. ബ്രദർ ഡാമിയൻ ദുബായ് ബ്ലെസ്സിംഗ് സെന്ററിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 20 വൈകിട്ട് 5 മുതൽ 7 മണി വരെ. ഏവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ചന്ദ്രൻ നിശ്ചലമായി നിന്ന സ്ഥലമേത്? Where did the moon stand still? Option A ഷേക്കിം, B ഗിബെയോൻ, C ഏബാൽ പർവ്വതം, D അയാലോൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.